നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മുഖപടമഴിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാതായ 16 മലയാളികൾ സിറിയയിലെത്തിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 6-ന് തീർത്ഥയാത്രയ്ക്ക് എന്ന പേരിൽ ഇവർ വീട് വിട്ടിറങ്ങുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ. കാണാതായവരിൽ 4 സ്ത്രീകളും കുട്ടികളും. രാജ്യം വിട്ടവരിൽ നിന്ന് അവസാനം ലഭിച്ച വാട്സാപ്പ് സന്ദേശം അനുസരിച്ച് ഇവർ സിറിയയിലോ ഇറാഖിലോ ആണെന്ന് നിഗമനം. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മലയാളി സാന്നിധ്യം സംബന്ധിച്ച് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജനക്ഷേമം ജനകീയം. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്ന ഇടത് സർക്കാരിന്റെ ബഡ്ജറ്റ് അധിക ഭാരം അടിച്ചേൽപ്പിക്കാതെ. നിത്യോപയോഗ സാധനങ്ങളിൽ നികുതി വർധന കാരണം വില കൂടുന്നത് വെളിച്ചെണ്ണയ്ക്കും തുണിത്തരങ്ങൾക്കും പാക്ക് ചെയ്ത ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്കും. ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, പാസ്ത എന്നിവയ്ക്ക് 14% നികുതി. ബ്രാൻഡഡ് ഹോട്ടലുകളിലെ ഭക്ഷണത്തിന് ഫാറ്റ് നികുതി ഏർപ്പെടുത്തുന്നത് കാരണം വില വർദ്ധിക്കും. ബസ്മതി അരിക്ക് വില കൂടും. ചരക്കു വാഹനങ്ങളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും നികുതിയിൽ വർധന. മാന്ദ്യവിരുദ്ധ പാക്കേജിനായി അനുവദിച്ച് 12,000 കോടി. എല്ലാ സാമൂഹിക ക്ഷേമ പെൻഷനുകളും 1000 രൂപയാക്കി ഉയർത്തി. പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കുന്നതിനൊപ്പം ഈ വർഷം മുതൽ ഓണത്തിന് 1 മാസത്തെ പെൻഷൻ അഡ്വാൻസും. തൊഴിലുറപ്പ് പദ്ധതിയിലെ 60 വയസ്സ് പിന്നിട്ട മുഴുവൻ പേർക്കും പെൻഷൻ. 5 വർഷത്തേക്ക് വെള്ളക്കരം കൂട്ടില്ലെന്നും തോമസ് ഐസക്. വികസനത്തിനൊപ്പം സ്ത്രീ സുരക്ഷയും. ബഡ്ജറ്റ് വായനയിൽ റെക്കോർഡിട്ട ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനങ്ങളിൽ വ്യവസായത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും പ്രത്യേക പരിഗണന. വ്യവസായ സോണുകൾക്കായി 5100 കോടി ചെലവിട്ട് അത്രയും ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. 5 വർഷം കൊണ്ട് 1500 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും. മാന്ദ്യ പുനരുദ്ധാരണ പാക്കേജിൽ IT മേഖലയ്ക്ക് 1325 കോടി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക വകുപ്പ്. നിർഭയ ഷോർട്ട് സ്റ്റേ ഹോമുകൾക്ക് 12.5 കോടി വകയിരുത്തിയ ബഡ്ജറ്റിൽ കുടുംബശ്രീക്ക് 200 കോടി. സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ്. ഹോട്ടലുകൾ, പെട്രോൾ പമ്പുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ശുചിമുറി പദ്ധതി നടപ്പാക്കും. 60 വയസ്സ് കഴിഞ്ഞ ഭിന്നലിംഗക്കാർക്ക് പെൻഷൻ ഉറപ്പാക്കുമെന്നും ധനമന്ത്രി. ബഡ്ജറ്റിലെ ബഹുസ്വരം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം UDF സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും കാരണമെന്ന് ബഡ്ജറ്റിൽ തോമസ് ഐസക്. ധനസ്ഥിതി ഇത്രയും വഷളാക്കിയതിനു പിന്നിൽ നികുതി പിരിവിലെ കെടുകാര്യസ്ഥത. 24,000 കോടിയുടെ നികുതി പിരിക്കാഞ്ഞത് ഖജനാവ് കാലിയാക്കി. അതേസമയം പിണറായി സർക്കാരിന്റേത് 800 കോടിയുടെ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്ന ജനവിരുദ്ധ ബഡ്ജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. കൃഷി, വ്യവസായം, IT, ടൂറിസം മേഖലകളിൽ ഗുണപരമായ ഒരു പ്രഖ്യാപനം പോലും ഇല്ലെന്നും രമേശ് ചെന്നിത്തല. മാന്ദ്യവിരുദ്ധ പാക്കേജ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് KM മാണി. ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കുന്നുവെന്ന് O രാജഗോപാൽ MLA. മോദി സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിക്കുകയാണെന്ന് ആക്ഷേപം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2820 രൂപ. പവൻ 22,560 രൂപ. വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.